ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്വിനിയായ ശബരി രാമലക്ഷ്മണന്മാരെ കാത്തിരുന്ന ഇടമായതിനാലാണ് ആ സ്ഥലം ശബരിമലയെന്ന് അറിയപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിലാണ് പമ്പയിലെത്തി സംഗമ വേദിയിലേക്ക് വന്നത്. ദേവസ്വം മന്ത്രി VN വാസവനാണ് മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്വീകരിച്ചത്. തന്ത്രി സംഗമത്തിന് തിരിതെളിയിച്ച് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഭേദചിന്തകൾക്കും വേർതിരിവുകൾക്കും അതീതമായി മതാതീതമായ ആത്മീയത ഉദ്ഘോഷിക്കുന്ന ആരാധനാലയമാണ് ശബരിമലയെന്നും അയ്യപ്പ ഭക്തർ ലോകത്തെല്ലാമുണ്ടെന്നും അതുകൊണ്ടാണ് ഇതിന് ആഗോള സ്വഭാവം കൈവരുന്നതെന്നും ആരാധനാലയത്തെ ശക്തിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗീതാ നിർവചനത്തിന് നിരക്കുന്ന വിധം ഭക്തിയുള്ളവരുടെ സംഗമമാണിതെന്ന് ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ചാന്ദ്രോക്യ ഉപനിഷത്തും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു. എന്തുകൊണ്ടാണ് ഇത്രകാലം നടത്താത്ത സംഗമം ഇപ്പോൾ നടത്തുന്നത് എന്നാണ് ചിലരുടെ ചോദ്യമെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് നടത്തുന്നതെന്നും സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോകുന്നുവെന്ന കള്ളപ്രചരണം നടക്കുന്നതെന്നും 2031 കേരളം എങ്ങനെയൊക്കെ വികസിക്കണമെന്ന് സർക്കാർ ആലോചിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. അയ്യപ്പ സംഗമം പെട്ടെന്നെടുത്ത തീരുമാനമല്ലെന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും പലരും വിളിച്ച് ശബരിമല വികസനത്തെക്കുറിച്ച് പറയാറുണ്ടെന്നും അവിടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് തുടക്കമായതെന്നും മുഖ്യമന്ത്രി. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?